വേവ് ഓപ്റ്റിക്സിലെ രണ്ട് കൊഹിറന്റ് വേവ്സ് അവരുടെ ഇന്റൻസിറ്റി I0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേ ആർ പ്രൊഡ്യൂസിങ് ഇന്റർഫറൻസ് പാറ്റേൺ ഓൺ എ സ്ക്രീൻ. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഓരോ വേവിൻ്റെയും ഇന്റൻസിറ്റി ആണ് എന്ത് I0. ഓക്കെ, അപ്പോൾ രണ്ട് വേവ്സും കൂടെ സൂപ്പർപോസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്റർഫറൻസ് പാറ്റേൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ വരുന്ന സമയത്തുള്ള ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്. ഇന്റൻസിറ്റി I is equal to I1 plus I2 plus 2 times root of I1 I2 cos phi എന്ന് പറയുന്ന റിലേഷൻ. ഈ ഒരു റിലേഷനിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ സൊല്യൂഷൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ I1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്റർഫിയർ ചെയ്യുന്ന ഒരു വേവിന്റെ ഇന്റൻസിറ്റിയാണ്. I2 എന്ന് പറയുന്നത് രണ്ടാമത് ഇന്റർഫിയർ ചെയ്യുന്ന വേവിന്റെ ഇന്റൻസിറ്റിയാണ്. കോസ് ഫൈ ഇസ് ദ ഫേസ് ഡിഫറൻസ്. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് I1 ഉം I2 ഉം രണ്ടുപേരുടെയും ഇന്റൻസിറ്റീസ് സെയിം ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു I0. ഓക്കെ, സോ അങ്ങനെ വരുന്ന സമയത്ത് I is equal to എന്ത് എഴുതാം I0 plus I0 plus 2 times root I0 into I0 cos phi. I0 into I0 എന്ന് പറഞ്ഞാൽ I0 സ്ക്വയർ വരും. ദാറ്റ് ഈസ് I0 സ്ക്വയറിന്റെ റൂട്ട് കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം I0 plus I0 2I0 plus 2I0 cos phi എന്ന് വരും. കാരണം ഇവിടെ റൂട്ട് ഓഫ് I0 സ്ക്വയർ എന്നുള്ള ടേമാണിത്. ഓക്കെ, ദാറ്റ് ഈസ് I0 എന്നത്. ഓക്കെ, സോ നമുക്ക് ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇന്ന് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് I0 2I0 കോമൺ ആണ്. സോ 1 പ്ലസ് കോസ് പൈ എന്ന് കിട്ടും. ഇതാണ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോഡ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ദ ആവറേജ് ഇന്റൻസിറ്റി ഓൺ ദ സ്ക്രീൻ എന്നാണ്. ഓക്കെ, ആവറേജ് ഇന്റൻസിറ്റി ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഫോർ എ കംപ്ലീറ്റ് സൈക്കിൾ, നമ്മളൊരു കംപ്ലീറ്റ് വേവ് സൈക്കിൾ എടുക്കുന്ന സമയത്ത് ആവറേജ് വാല്യൂ ഓഫ് കോസ് തീറ്റ, ആവറേജ് വാല്യൂ ഓഫ് cos theta for a complete cycle, that is 0. cos theta യുടെ ആവറേജ് വാല്യൂ എന്നത് 0 ആണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ വരിക cos പൈയുടെ ആവറേജ് 0 ആണ്. സോ ദ റിസൾട്ട് ഈസ് I average is equal to 2I0 into 1, that is 2I0 എന്നായിരിക്കും